യെസ്, അതേ പോയി. വെൽക്കം ബാക്ക് ടു മല്ലു ഡിസ്കവറി TV. അതായത് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മനസ്സിലായി കാണും, അതെ, റുബിക്സ് ക്യൂബ്. ഈ 3x3 റുബിക്സ് ക്യൂബ് എങ്ങനെ 1 മിനിറ്റിനുള്ളിൽ സോൾവ് ചെയ്യും, അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കഴിയുമ്പോഴേക്ക് ഞാനൊരു ഉറപ്പ് നൽകാം. അതായത് ഈ ക്യൂബ്, അതായത് ഈ 3x3 ക്യൂബ് നിങ്ങൾക്കൊരു മിനിമം 5 മിനിറ്റിനുള്ളിലെങ്കിലും സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ്. അത് നിരന്തരം പ്രാക്ടീസ്, ഒരു 5-6 ദിവസം കൊണ്ട് 1 മിനിറ്റിൻ്റെ താഴെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കാണാം. ആദ്യമായി നമുക്ക് ക്യൂബിൻ്റെ ബേസിക്സ് റൂൾസ് പരിചയപ്പെടാം. അതായത് ഇത് മിഡിൽ പീസസ്, അതായത് എല്ലാത്തിൻ്റെ നടുവിൽ വരുന്ന കളർ, അതൊരിക്കലും ഏത് ആക്സിസിൽ ചരിച്ച് കഴിഞ്ഞാലും അത് ചേഞ്ച് ആകത്തില്ല. ഉദാഹരണം ഈ യെല്ലോ എങ്ങനെ പോയി കഴിഞ്ഞാലും അതിൻ്റെ മിഡിൽ കളർ ഒരിക്കലും ചേഞ്ച് ആകത്തില്ല. അതേപോലെ ഈ വൈറ്റുടെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും. ഈ 2 ആക്സിസും മാറില്ല. അതേമാതിരി ഓറഞ്ചിയുടെ ഓപ്പോസിറ്റ് ഏത് സമയം റെഡ് ആയിരിക്കാം. അതേപോലെ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് ഏത് സമയം ബ്ലൂ ആയിരിക്കാം. അപ്പോൾ ഈ മിഡിൽ പീസസ് ഒരിക്കലും മാറത്തില്ല, അത് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഫേസ് അപ്പ് റൈറ്റ് എന്നൊക്കെ പറയും. അതായത് ഫേസ് എന്ന് വെച്ചാൽ നിങ്ങളെ ക്യാമറ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഭാഗം അതായിരിക്കും ഫേസ്. അപ്പ് എന്ന് വെച്ചാൽ ഇതായിരിക്കും, അതായത് മുകളിലെ പാർട്ട്, ഈ ഡയറക്ഷൻ. റൈറ്റ് എന്ന് വെച്ചാൽ ഇതും, ലെഫ്റ്റ് എന്ന് വെച്ചാൽ ഇതും. ബാക്ക് എന്ന് വെച്ചാൽ ക്യാമറ ഫേസ് ചെയ്യാത്ത ഭാഗം, അതായത് നേരെ ബാക്കിലുള്ള ഭാഗം. അപ്പോൾ ഞാൻ ബാക്ക് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ ബാക്ക് 2 ടൈം റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ റൈറ്റ് 2 ടൈംസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് 2 ടൈംസ്. ലൈക്ക് അതിപ്പോൾ ഫേസ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ, അതിപ്പോൾ അപ്പ പറഞ്ഞെങ്കിൽ ഈ ഡയറക്ഷൻ. ഇതിപ്പോൾ ഫേസ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ക്ലോക്കുടെ ഡയറക്ഷനിൽ തിരിക്കുക, അതായത് ഈ ഡയറക്ഷൻ. ഇപ്പോൾ ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഡയറക്ഷനിൽ തിരിക്കുക. അതിപ്പോൾ റൈറ്റ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനും, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനും. അതിപ്പോൾ അപ്പ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനും, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനും. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫേസ്, അതായത് ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ആക്കുക. ഞാനിവിടെ വൈറ്റ് ക്ലിയർ ആക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ടത് വൈറ്റ് ക്ലിയർ ആക്കുന്നതിന് പകരം നമ്മൾ യെല്ലോ എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതിൽ ഒരു പ്ലസ് എന്ന രീതിയിൽ വൈറ്റ് കൊണ്ടുവരിക. അതായത് ഇവിടെയും വൈറ്റ് എത്തിക്കുക. ഇപ്പോൾ ഓൾറെഡി ഒരു വൈറ്റ് ഉണ്ട്, നമുക്ക് മാറ്റാം. ഓക്കെ, എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മൾക്ക് ഈ യെല്ലോ മിഡിൽ വെച്ച് ഈ 4 സൈഡിലും വൈറ്റ് കൊണ്ടുവരിക. അതിനുവേണ്ടി വൈറ്റ് എവിടെ ഇല്ലേ നോക്കുക. അത് ഇവിടെ ഒരു വൈറ്റ് കിടപ്പുണ്ട്, അത് നേരെ മുകളിലേക്ക് എത്തിച്ചാൽ ഇവിടെ ഒന്ന് ഓക്കെ ആയി. ഇനി ഈ സൈഡ് നോക്കണ്ട. ഇനി വേറെ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്, അത് നേരെ തിരിച്ചാൽ ഇവിടെയായി. ഇനി ഈ 2 സ്ഥലത്തെ നോക്കേണ്ടത് ഇപ്പോൾ ഇവിടെയായി. ഇതിന് വേറെ പ്രത്യേക ട്രിക്കൊന്നുമില്ല, ഇത് നമ്മൾ സ്വന്തം കഴിവിൽ കൊണ്ടുവരേണ്ടതാണ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ എടുത്തത് ഈ ഒരു ഡയറക്ഷനിൽ ഉണ്ടായത്, അത് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുപോയി ഇവിടെ എത്തിച്ചു. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണെന്ന് മനസ്സിലായില്ലേ? അതായത് യെല്ലോ മിഡിൽ വെച്ച് വൈറ്റ് 4 സൈഡിലും എത്തിക്കുക. ഇതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഈ യെല്ലോ, അതായത് ഈ വൈറ്റുടെ ഒപ്പരം എല്ലാത്തിനും ഒരു കളർ ഉണ്ടാവും. അതായത് ഇവിടെ റെഡ് ഉണ്ട്, ഇവിടെ ഗ്രീൻ, ഇവിടെ ബ്ലൂ, ഇവിടെ ഓറഞ്ച്. ഓക്കെ, അപ്പോൾ ഓരോ കളർ എടുത്തും ഞാൻ പറയുന്ന പോലെ ചെയ്യുക. അതായത് നമുക്ക് ഈ വൈറ്റ് എടുക്കാം ഫസ്റ്റ്. ഇത് ബ്ലൂ അല്ലേ, അപ്പം ബ്ലൂവിൻ്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോകും. അതായത് ബ്ലൂ എത്തിയതിന് ശേഷം നമ്മൾ ഈ വൈറ്റ് നേരെ താഴെത്തിക്കുക. അതായത് ഇവിടെ എത്തി. ഓക്കെ, അതിന് അടുത്തതായി ഈ റെഡ് നോക്കാം. ഈ വൈറ്റിൻ്റെ നേരെയുള്ള റെഡ്, അത് റെഡായി ക്രോസ് എവിടെ പോകുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ റെഡ് അതില്ലേ, നേരെ ഈ വൈറ്റ് താഴെ കൊണ്ടുപോകുക. അതായത് 2 പ്രഷർ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴെത്തുമല്ലോ. ഇനി ഇത് 2 ബാക്കിയുള്ളൂ. ഇനി ഈ വൈറ്റിൻ്റെ ഒപ്പരയില്ല ഓറഞ്ച് എവിടെ ഉള്ളത്, ഇവിടെ തന്നെ ഉണ്ട്. അതിന് ആ വൈറ്റ് നേരെ എന്ത് ചെയ്യുക, താഴെ കൊണ്ടുപോകുക. അപ്പം ഇവിടെ 3 ആയില്ലേ, ഇനി 1 ബാക്കിയുണ്ട്, ഒരാൾ ഇവൻ എന്ത് ചെയ്യുക, ആ കളർ ഗ്രീൻ്റെ ഒപ്പരം കൊണ്ടുപോകാം. ഗ്രീനും മാച്ചായി എന്ത് ചെയ്യുക, നേരെ താഴെ കൊണ്ടുപോകാം. അപ്പം ഇനി ഈ ഭാഗം ഇനി വിട്ടെ, ഇനി ഇവിടെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റുടെ ഒരു പ്ലസ് കിട്ടിക്കഴിഞ്ഞു.
ഇത് കൺഫേം ചെയ്യുക, അതായത് അതിൻ്റെ താഴെയുള്ള കളർ മാച്ച് ചെയ്യുന്നുണ്ടെന്ന്. അതായത് വൈറ്റുടെ ഒരു ക്രോസും അതിൻ്റെ നേരെ താഴെ ഇതേമാതിരി അതായത് കളറിൻ്റെ മാച്ചപ്പും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഓക്കെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി തേർഡ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ കോർണർ പീസസ് ഇവിടെയൊക്കെ വൈറ്റ് വരുത്തിക്കുക. അതിനായി താഴെ ഇനി അങ്ങോട്ട് നമ്മൾ ഈ വൈറ്റാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മൾ താഴെ എന്ത് ചെയ്യുക, ഇവിടെല്ലാം വൈറ്റ് എത്തിക്കുക. താഴെ എവിടെയും വൈറ്റ് ബാക്കിയുണ്ടോ നോക്കുക. അതെ, ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. അത് നേരെ നമ്മൾ ഇവിടെ കയറ്റാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ കയറ്റുമ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള വൈറ്റ് താഴെ പോകും. അതിനെന്ത് ചെയ്യുക, നമ്മൾ ഈ വൈറ്റ് തൽക്കാലം വേറെ സ്ഥലത്തേക്ക് മാറ്റി പോവുക, ഇവിടെയുള്ളത്. പിന്നെ അപ്പോൾ ഇവിടെ തോന്നും പോലെ എല്ലാ വൈറ്റും കയറ്റാൻ പറ്റില്ല. അതായത് ഈ വൈറ്റിൻ്റെ താഴെയുള്ള ഒരു വൈറ്റിൻ്റെ ഒരുമിച്ചുള്ള ഒരു കളർ നോക്കുക, അത് ഓറഞ്ചാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. എന്താ ഈ ഓറഞ്ച് മിഡിൽ എന്ന് വെച്ചാൽ ഇതാണ് ഓറഞ്ചിൻ്റെ സ്ഥലം. ഇവിടെയാണ് ഓറഞ്ച് ഫില്ലാവുക. അതേമാതിരി ഇവിടെയാണ് ഗ്രീൻ ഫില്ലാവുക. ഇവിടെ റെഡും ഇവിടെ യെല്ലോവും ഇവിടെ വൈറ്റും, അങ്ങനെ ഓരോന്നിനും ഓരോ പൊസിഷനുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ ഓറഞ്ച് ഇവിടെ മാച്ചായി. ഇനി ഈ വൈറ്റ് വേണം ഇവിടെ എത്തിക്കാൻ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഓൾറെഡി വെച്ച വൈറ്റ് മിസ്സാവും. അപ്പോൾ എന്താ ചെയ്യുക, ഇത് ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അതായത് റൈറ്റിലേക്ക് കൊണ്ടുപോയി ആ മുകളിലത്തെ വൈറ്റ് താഴേക്ക് കൊണ്ടുവരാം. തിരിച്ച് ഇവിടെ വെക്കുക, മുകളിലേക്ക് കൊണ്ടുപോകാം. അപ്പം ഒരു കോർണർ ഫില്ലായി. ഇനി ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ വൈറ്റ് ഉണ്ടോ നോക്കുക. എന്താ വൈറ്റ് ഇവിടെ കിടപ്പുണ്ട്. അത് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് താഴെ കൊണ്ടുപോവുക, എവിടെയും മാറ്റി വെക്കാം. ഇനിയിപ്പം ഇതിൻ്റെ ഒരുമിച്ചുള്ളത്, അതായത് ഈ വൈറ്റിൻ്റെ ഒരുമിച്ചുള്ളത് ഗ്രീനാണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്രീനിയുടെ പൊസിഷനിൽ കൊണ്ടുപോകാം. അപ്പോൾ ഓക്കെ, ഇനി ഈ വൈറ്റ് വേണം ഇവിടെ, ഇനി ഗ്രീൻ്റെ പൊസിഷനിലെത്തി. ഇനി ഈ വൈറ്റ് വേണം ഇവിടേക്ക് കയറ്റാൻ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നേരെ ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് വൈറ്റ് നമുക്ക് മിസ്സാവും. അതുകൊണ്ട് ഇത് റൈറ്റിലേക്ക് കൊണ്ടുവന്നു, മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു, ഇത് തിരിച്ച് അവിടേക്ക് ഇട്ടു, മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി ഈ രണ്ട് കോർണർ പീസേ ബാക്കിയുള്ളൂ. അവിടേക്ക് ഈ വൈറ്റ് ഡയറക്റ്റ് കയറ്റാൻ പറ്റില്ല. അത് നമ്മൾ ആദ്യം എന്ത് വേണം, ബ്ലൂ മാച്ചപ്പ് ചെയ്യാം. ഓക്കെ, ബ്ലൂവിൻ്റെ സ്ഥലത്ത് ഇനി ഇത് ഇവിടേക്ക് നമ്മൾ അതിനെ ആദ്യം എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ റൈറ്റിലേക്കാണ് മാറ്റി വെച്ചത്. ഇപ്പോൾ റൈറ്റിൽ മാറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ച് തിരിച്ച് ഇവിടേക്ക് ഇട്ടു, മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി ഈ ഒരൊറ്റ പീസേ ബാക്കിയുള്ളൂ. അവിടെ തന്നെ ഒരു വൈറ്റ് ഉണ്ട്. അതിപ്പോൾ എങ്ങനെ അപ്പുറം എത്തിക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, മാറ്റി വെക്കുക, ഞാൻ പറഞ്ഞ പോലെ. ഇനി ഇതിൻ്റെ ഒപ്പരമുള്ള കളറാരാ, ബ്ലൂ. അപ്പോൾ ബ്ലൂവിൻ്റെ പ്ലേസ് ഇവിടെയാണ്, ബ്ലൂ. ഓക്കെ, ഇനി ഈ വൈറ്റ് വേണം ഇവിടെ കയറ്റാൻ. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെക്കുക, തിരിച്ചിടാം. ഡൺ. വൈറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ടീ ആണെന്ന് കൺഫേം ചെയ്യുക. ടീ എന്ന് ഉദ്ദേശിച്ചത് ഈ മുകളിലുള്ള ഈ കളറും പിന്നെ ഇന്ന് മിഡിലുള്ള കളറും ഇതെല്ലാം ഇതുപോലെ വരണം. ഇങ്ങനെയുള്ള ഒരു രീതിയിലാണ് കിട്ടിയെങ്കിൽ ഇനി അങ്ങോട്ടുള്ള സ്റ്റെപ്പ് എല്ലാം ശരിയാവുന്നതാണ്. ഇത് ഈ ഒരു ടീ വൈറ്റ് ഫുള്ളും പിന്നെ എല്ലാത്തിലും ഒരു ടീ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്ത സ്റ്റെപ്പെല്ലാം ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ വൈറ്റ് പാർട്ട് കംപ്ലീറ്റ് ഫിനിഷ് ആക്കിയിരിക്കണം. അതേപോലെ ഫസ്റ്റ് ലെയറും. അപ്പോൾ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടണം. ഇതുവരെ ഇങ്ങനെ ഒരു ടീ, അതായത് കളറിൻ്റെ ഒരു ടീ അക്ഷരം രൂപത്തിൽ കിട്ടണം. ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടിയാൽ ഇതുവരെയുള്ള സ്റ്റെപ്പെല്ലാം ശരിയായി എന്നാണ് അർത്ഥം. നമ്മൾക്ക് വൈറ്റ് ഫിനിഷ് ആക്കിയിരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം, അതായത് ഈ പാർട്ട്, രണ്ടാമത്തെ ലെയർ. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഫിനിഷ് ആക്കണം. ഇനി സെക്കൻഡ് ലെയർ ഫിനിഷ് ആക്കാം. ഫസ്റ്റ് ലെയർ ഫിനിഷ് ആയിരിക്കുന്നു. അതിനായി ഞാൻ കുറച്ച് അൽഗോരിതം സ്ക്രീനിൽ കൊടുക്കുന്നതാണ്, അത് നോക്കി ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ അതൊരു പേപ്പറിൽ നോട്ട് ചെയ്ത് പതുക്കെ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ടിരിക്കും, അത് മനഃപ്പാടമാവുന്നതാണ്. ഓക്കെ, അതിനായി നമ്മൾ ആദ്യം ഇവിടെ ഈ ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ കണ്ടോ, ഇത് നേരെ എത്തിക്കേണ്ടത് എവിടെയാക്കാം, അതായത് ഓക്കെ ഇവിടെ റെഡും ലെഫ്റ്റ് സൈഡ് ബ്ലൂവും. അപ്പോൾ ഈ ഒരു പീസ് ഡയറക്റ്റ്ലി ഇവിടേക്ക് എത്തണം. അതായത് ഇവിടെ റെഡും ഇവിടെ ബ്ലൂ അല്ലേ, അപ്പോൾ ആ ഒരു പോർഷൻ ഫില്ലാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ എത്തിക്കാം, അതായത് ഇങ്ങനെ ഇവിടേക്ക് എത്തണം. പക്ഷേ ഈ ക്യൂബ് തിരിയാൻ പറ്റില്ല. അതിനായി അൽഗോരിതം ഇവിടെ കൊടുക്കുക, അതുപോലെ ചെയ്താൽ മതി. ഓക്കെ,
അപ്പോൾ ഫ്രം ടോപ്പ് ടു ലെഫ്റ്റിലേക്കാണ് ഈ പോകുന്നത്. റൈറ്റിലേക്ക് വേറെ ഉണ്ട്, ഇതിപ്പോൾ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടി എന്ത് ചെയ്യുക, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ അപ്പ് ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ ലെഫ്റ്റ് ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ ഇനിയും അപ്പ് ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ ഫേസ് ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക, പിന്നെ ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായ ആ റെഡ് ആൻഡ് ബ്ലൂ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഫില്ലായില്ലേ. ഇനി അടുത്ത കളർ നോക്കാം. ഇവിടെ ഓറഞ്ചും ബ്ലൂ ഇരിക്കുന്നു. പിന്നെ ഈ ഓറഞ്ച് മാച്ച് ചെയ്യാം. ഓക്കെ, ഓറഞ്ചിൻ്റെ പ്ലേസ് എത്തി. ഇനി ബ്ലൂ എവിടെ പോകണം? റൈറ്റിലേക്ക് പോകണം. അതായത് ബ്ലൂവിൻ്റെ പ്ലേസ് ഇവിടെയും ഓറഞ്ച് ഇവിടെയും. അപ്പോൾ ഓക്കെ, ഈ ബ്ലൂ ആൻഡ് ഓറഞ്ചിൻ്റെ ഇവിടേക്ക് ഇത് ഇവിടെ നിന്ന് എടുത്ത് ഇവിടേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഫില്ലാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള അൽഗോരിതം ആ സ്ക്രീനിൽ കൊടുക്കാം. അതായത് ടോപ്പ് ടു റൈറ്റ് ആണ് പോകുന്നത്. അതിന് വേണ്ടി അൽഗോരിതം, അതായത് അപ്പ് ക്ലോക്ക് വൈസ്, റൈറ്റ് ക്ലോക്ക് വൈസ്, ആൻഡ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, and right anti-clockwise, and up anti-clockwise, and face anti-clockwise, up clockwise, face clockwise. അതായത് ആ ഇവിടെ ഉണ്ടായ ഓറഞ്ച് ബ്ലൂ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. അത് ഇത്രയും ഫിനിഷായി. ഇനി അടുത്ത കളർ കോമ്പിനേഷൻ നോക്കാം. ഇവിടെ ഉള്ളത് ഇത് ഇവിടെ ഉണ്ട്. ഇത് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ്. നമ്മൾ ഈ ഓറഞ്ച് മാച്ചപ്പ് ചെയ്യാം. ഇത് ഇവിടെ കിടക്കും ഓറഞ്ച്. ഓക്കെ, ഇനി ഗ്രീൻ എവിടെ എത്തണം? ഈ ലെഫ്റ്റിലേക്ക് എത്തണം. അപ്പോൾ ഞാൻ നേരത്തെ തന്ന അതേ അൽഗോരിതം, അതായത് ഈ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഇവിടേക്ക് എത്തണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ഫേസ് ചെയ്യാം. ഓക്കെ, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ്, face clockwise, up anti-clockwise, and face anti-clockwise. ഇങ്ങനെ ചെയ്തിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആ ഓറഞ്ചും ഗ്രീനും ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പം ഏകദേശം ഫില്ലാവാനായി. ഇനി ഒരൊറ്റ പീസേ ഉള്ളൂ. പക്ഷേ നമുക്ക് അവിടെ കൊണ്ടുപോകാനായി വേറൊരു പീസില്ല. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഇവിടെ കൊണ്ടുവരണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു കളർ അവിടെ കൊണ്ടുപോകാം, ഏതെങ്കിലും വേണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ തിരിച്ചെത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു ടോപ്പ് ടു റൈറ്റിലേക്ക് അൽഗോരിതമാണ് നേരത്തെ പറഞ്ഞ സെയിം അൽഗോരിതം. അതായത് ഫ്രം ഹിയർ ടു ഹിയർ പോകണമെങ്കിൽ എന്ത് ചെയ്യുക, അത് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സെയിം സ്റ്റെപ്പ് എടുക്കുക. ഓക്കെ, അപ്പം ആ കളർ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നു. ആ സെയിം സ്റ്റെപ്പ് യൂസ് ചെയ്ത് തന്നെ എല്ലാം അങ്ങ് ഫിനിഷ് ആക്കുക. അതായത് ഈ ഓറഞ്ചിൻ്റെ സ്ഥലത്തുണ്ട്. ഇപ്പോൾ ഈ ഓറഞ്ചും ഗ്രീനും ഇവിടേക്ക് എത്തണം. അപ്പോൾ ഞാൻ കാണിച്ച സെയിം അൽഗോരിതം തന്നെ, അതായത് ഫ്രം ടോപ്പ് ടു ലെഫ്റ്റ് ആണല്ലോ. സെയിം സ്റ്റെപ്പ് തന്നെ, ആ ഒരു പർട്ടിക്കുലർ അൽഗോരിതം, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റേ ഉള്ളൂ. അത് യൂസ് ചെയ്ത് നമ്മൾ 2 ലെയർ ഫിനിഷ് ആക്കുക. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ബാക്കോട്ട് പോയി ആ അൽഗോരിതം ഒന്നും കൂടി വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ 2 അൽഗോരിതം ഉള്ളത്, ഫ്രം ടോപ്പ് ടു റൈറ്റും ഫ്രം ടോപ്പ് ടു ലെഫ്റ്റും. അതിൻ്റെ 2 അൽഗോരിതം ഇപ്പോൾ ഞാൻ ഒന്നുകൂടി ഇവിടെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ലെയർ സക്സസ്ഫുള്ളി ഫിനിഷ് ആയിരിക്കുന്നു. പിന്നെ ഈ വൈറ്റും. ഇനി നമ്മൾക്ക് ടോപ്പ് ഫിനിഷ് ആക്കണം, അതായത് യെല്ലോ ഫിനിഷ് ആക്കാൻ വേണ്ടി നമ്മൾ യെല്ലോയുടെ പ്ലസ് ആദ്യം ഫിനിഷ് ആക്കണം. അതിന് വേണ്ടി യെല്ലോയുടെ പ്ലസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു അൽഗോരിതം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഫിനിഷ് ആവുന്നത് വരെ ഈ സ്റ്റെപ്പ് മാത്രമാണ്. അതായത് ഇനി ഈ 2 ലെയർ മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല, അത് വിട്ടേ. അത് നമ്മൾ ഫിനിഷ് ആക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി യെല്ലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് വേണ്ടി ഉള്ള ഒരു അൽഗോരിതം ചെയ്യുക. ഇത് ഫേസ് ആണെന്ന് നമുക്കിത് ഫേസ് ആയിട്ട് എടുക്കാം. ഏതെങ്കിലും ഒരു പാർട്ട് ഫേസ് ആയിട്ട് എടുക്കാം. അതിനുശേഷം ഫേസ് അപ്പ് റൈറ്റ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് യെല്ലോയുടെ ഒരു പ്ലസ് കിട്ടി. നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു പ്ലസ് രൂപത്തിൽ കിട്ടുന്നതുവരെ ആ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. നമുക്കൊരു യെല്ലോയുടെ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ്, അതായത് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, up right up 2 times right anti-clockwise,
അപ്പോൾ നമുക്കിങ്ങനെ ഒരു യെല്ലോയുടെ ഫിഷ് രൂപത്തിൽ, അതായത് ഇത് ഫിഷിൻ്റെ ഒരു തലയാണെങ്കിൽ ഇത് 2 വാല്, അങ്ങനെ ഞാൻ പറയുന്നു, നിങ്ങളെ ഐഡിയയിൽ കാണുക. അതായത് ഇങ്ങനെ പിടിച്ചതിലായത് ഫിഷിയുടെ തല, ഇത് 2 വാല്. നമ്മൾ നോട്ടിൽ ഫിഷ് വരക്കാറില്ലേ, ഒരു എക്സ് പോലെ. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ വാലിൻ്റെ 2 തെറ്റ റൈറ്റ് കോർണറിൽ വെക്കുക, ഈ ഒരു ഷേപ്പിൽ. അത് ഈ ഒരു ടൈപ്പല്ല, ഇതുമല്ല, ഇതുമല്ല, അതായത് ഇങ്ങനെ ഈ ഒരു ആകൃതി പിടിക്കുക. എന്നിട്ട് ആ സെയിം സ്റ്റെപ്പ് ചെയ്യുക, അതായത് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 ടൈംസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ഫിഷ് കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, സെയിം ഫിഷുടെ വാല് ഇവിടെ പിടിക്കുക. ഇനി സെയിം സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞ ഫിനിഷ് ആവുന്നതാണ്, അതായത് ഈ യെല്ലോ പാർട്ട് കംപ്ലീറ്റ് ആവും. അതായത് ഒന്നും കൂടി പറഞ്ഞാൽ റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് 2 ടൈംസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആകൃതിയിലാണ് കിട്ടുക. അതായത് 2 ലെയർ ഫിനിഷ് ആയിരിക്കും, വൈറ്റ് ഫിനിഷ് ആയിരിക്കും, യെല്ലോ ഫിനിഷ് ആയിരിക്കും, ഇത് എന്തുമാകട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള രൂപത്തിൽ ആദ്യം എന്ത് ചെയ്യുക, ഏറ്റവും കൂടുതൽ ഫിനിഷായ ഒരു ഭാഗം, അതായത് നമുക്കിവിടെ റെഡാണ്, റെഡുടെ ഒരു യു ഷേപ്പും നടുവിൽ മാത്രം ഒരു ബ്ലൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക, അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ ഒരു രീതിയിൽ പിടിച്ചിട്ട് ഈ പറയുന്ന അൽഗോരിതമാണ് ഇനി ഉള്ളത്. അതായത് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫേസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് 2 ടൈംസ്, റൈറ്റ് ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് 2 ടൈംസ്, റൈറ്റ് 2 ടൈംസ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാത്തിൻ്റെ നടുവിലൊരു തെറ്റുണ്ടാവും, അതൊന്ന് ശരിയാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കിട്ടും. ഈ ഒരു രൂപത്തിൽ കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സോൾവ് ആയതിൻ്റെ ഓപ്പോസിറ്റ് വെച്ച് അതേ സ്റ്റെപ്പ് ഒന്നും കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടുക. ഇനി ഫൈനൽ സ്റ്റെപ്പാണ്, അതായത് ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ച് റൈറ്റ് 2 ടൈംസ്, അപ്പ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു ഭാഗം ഫിനിഷ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പിടിക്കുക, സെയിം ഒന്നും കൂടി ചെയ്യുക. അതായത് റൈറ്റ് 2 ടൈംസ്, അപ്പ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ക്ലോക്ക് വൈസ് ആൻഡ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇത്രയും ചെയ്തപ്പോൾ നമ്മൾ ക്യൂബ് ഫിനിഷ് ചെയ്തിരിക്കണം. അതായത് എവിടെയെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ബാക്ക് അടിച്ച് ആ അൽഗോരിതം നോക്കി ഒന്നുകൂടെ ചെയ്യേണ്ടതാണ്. ഇത് സ്പീഡാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആ വീഡിയോ പ്ലേബാക്ക് സ്പീഡ് ഒരു 0.75 വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. ബെൽ ഐക്കൺ അമർത്തിക്കഴിഞ്ഞാൽ എൻ്റെ അടുത്ത അപ്ഡേറ്റ്സിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നൽകുന്നതാണ്. താങ്ക് യു.